ഹായ് എവരിവൺ. ഇന്ന് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സോളാർ ഫ്ലഡ് ലൈറ്റിൻ്റെ ഡീറ്റെയിൽസാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ സോളാർ ഫ്ലഡ് ലൈറ്റ് ഹാർഡോൾ എന്ന തൃശ്ശൂർ ബേസ് ആയിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. പക്ഷേ തൃശ്ശൂർ ബേസ് ആണെങ്കിലും ഇത് ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്. ചൈനീസ് മെയ്ക്കാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഇമേജിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇപ്പോൾ ഒരു സോളാർ ഫ്ലഡ് ലൈറ്റ് 150 വാട്ട് എന്ന് പറഞ്ഞാലും ഇതൊരു 150 വാട്ടിൻ്റെ സോളാർ പാനലോ അല്ലെങ്കിൽ 150 വാട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു LED സിസ്റ്റമോ അല്ല ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത്, സോളാർ പാനലിൻ്റെ വാട്ടേജ് എന്ന് പറയുന്നത് ഒരു 12 വോൾട്ടാണ്. 12 വാട്ട് സോളാർ പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 1 ഹവറിൽ നല്ല ഒരു സൺലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മാക്സിമം 12 വാട്ട് വരെ ഇതിൻ്റെ കപ്പാസിറ്റി ജനറേറ്റ് ആവും. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് 10Hൻ്റെ ബാറ്ററിയാണ്. അതായത് 10,000 mAhൻ്റെ ബാറ്ററി. നമ്മൾ നോർമൽ ഫോണിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു 5,000 6,000 റേഞ്ചിലൊക്കെ വരുന്ന പോലെ തന്നെ ഒരു 10,000 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത്, ഇതിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1400 ലൂമിനസ് ആണ്. അതായത് ഏകദേശം ഒരു 14 വാട്ട് LED ബൾബിൻ്റെ ബ്രൈറ്റ്നസ് ആയിരിക്കും ഇതിൽ കിട്ടുന്നത്. പിന്നെ ബാറ്ററി യൂസ് ചെയ്തിരിക്കുന്നത് ലിഥിയം ബാറ്ററീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ പ്രകാരം അവർ പറയുന്നത് ഏകദേശം ഒരു എന്താ 1200 സൈക്കിൾസ് വരെ നമുക്കിത് ചാർജ് ചെയ്യാം. അതിനുശേഷവും 80% ഇതിൻ്റെ ചാർജിങ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ആവുമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 12 അവേഴ്സിൻ്റെ വരെ ബാക്കപ്പ് നിൽക്കുമെന്നാണ് പറയുന്നത്. സോ ഹൈ ലെവലായിട്ട് പറയേണ്ടത്, ഇതൊരു 150 വാട്ടിൻ്റെ സോളാർ ലൈറ്റ് അല്ല, അല്ലെങ്കിൽ പാനലല്ല. ഇത് ഏകദേശം പാനൽ വരുന്നത് ഒരു 12 വാട്ടിൻ്റെ പാനലും പിന്നെ LED വരുന്നത് ഏകദേശം ഒരു 14 വാട്ടിൻ്റെ ബ്രൈറ്റ്നസ്സും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നല്ല ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് ഇത് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ റിമോട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതായത് ഇത് ഓട്ടോ മോഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 അവേഴ്സ് 4 അവേഴ്സ് 6 അവേഴ്സ് ഇതിലെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഓട്ടോ മോഡിലാണ് ഇവർ 12 അവേഴ്സ് വരെ ബാക്കപ്പ് പറയുന്നത്. പിന്നെ ഇതിന് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള ആംഗിൾ ബോൾട്ടും അതിൻ്റെ അലൈൻ കീസ്, പിന്നെ സോളാർ പാനലിലും LED ലൈറ്റിനും രണ്ടിനും സ്റ്റാൻഡോട് കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് കമ്പനിയുടെ വെബ്സൈറ്റിൽ ഏകദേശം ഒരു 2600 റേഞ്ചിലാണ് വരുന്നത്. ഓൺലൈൻ സൈറ്റുകളിൽ ഏകദേശം 2500 പ്ലസ് ഒരു ബാങ്ക് ഓഫർ എല്ലാം വരുന്നുണ്ട്. സോ അറൗണ്ട് ഒരു 2300 to 3400 റേഞ്ചിൽ വരും. ബട്ട് അഗെയിൻ ഓൾമോസ്റ്റ് പ്രൈസ് ഒരു സെയിം മാർജിൽ നിൽക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ബെറ്റർ നമുക്ക് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കുന്നതാണ്. സോ നെഗോഷിയേറ്റിംഗ് പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി നെഗോഷിയേറ്റ് ചെയ്തൊരു നല്ല പ്രൈസിൽ മേടിക്കാം. അതേപോലെ തന്നെ കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ ഓൾമോസ്റ്റ് വാറണ്ടി എല്ലാം നമുക്കൊരു ബെറ്റർ കവറേജ് കിട്ടും. ഇത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് 1 ഇയർ വാറണ്ടിയാണ്. സോ അങ്ങനെ ഓവറോൾ നോക്കുമ്പോൾ നമുക്കിതൊരു ബെറ്റർ പ്രൊഡക്റ്റാണ്. ഞാനിപ്പോൾ കുറേ പ്രൊഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഒരു നല്ല ചോയ്സ് എന്നുള്ള രീതിയിലാണ് ഇതിനെടുത്തത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അങ്ങനെ ഇതൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. സോ ഫസ്റ്റ് പോയിൻ്റ് പറയാനുള്ളത്, 150 വാട്ട് എന്നുള്ള സോളാറിൻ്റെ ഇത് കണ്ടിട്ട് ആരും ഇതൊരു 150 വാട്ടിൻ്റെ സോളാർ പാനലാണെന്നോ അല്ലെങ്കിൽ 150 വാട്ടിൻ്റെ ബൾബാണെന്നുള്ള ഒരു LED ബൾബാണെന്നുള്ളത് തിങ്ക് ചെയ്യരുത്. ഇതൊരു മിനിമൽ ഒരു നോർമൽ ആവറേജ് യൂസിനെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് 150 വാട്ട് ഫ്ലഡ് ലൈറ്റ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഒരു ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഹാലജൻ ഫ്ലഡ് ലൈറ്റിൻ്റെ ഒരു ഇതുപോലെ അതിന് വെച്ചിട്ട് അതിൻ്റെ ഒരു മോഡൽ നെയിം പോലെയാണ് ഇവർ സോളാർ ഫ്ലഡ് ലൈറ്റ് 150 വാട്ട് എന്ന് പറയുന്നത്. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്.